എൻ്റെ പേര് ലീനസ്. സോളാറിനെ കുറിച്ച് ഒരു 2 വർഷത്തോളമായി ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 2 വർഷത്തിനുള്ളിൽ എനിക്ക് ഇത് ചെയ്താൽ വയബിൾ ആവുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എക്സ്പെൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കളും അതിനടുത്ത ബന്ധുക്കളും ഈ സോളാർ ഇൻസ്റ്റാളേഷൻ നടത്തി. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. ആ ഒരു റിസൾട്ടിൻ്റെ ബേസിൽ ഞാനും ഡിസൈഡ് ചെയ്ത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം. ചെറിയ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ള വാട്ടിലുള്ള ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം എൻ്റെ കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കൺസെപ്ഷനാണ്. നിയർലി അറൗണ്ട് 3,000-3,500 റുപ്പീസാണ് 2 months വരുന്നത് KSEBിയുടെ. അതിന് പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു കിലോ വാട്ടിൻ്റെ ഒരു സോളാർ അനലൈസ് ചെയ്തിട്ട് ഞാൻ ഒരു 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അത് 12 യൂണിറ്റ് പെർ ഡേ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അഷുറൻസ് പലയിടത്തു നിന്നും എനിക്ക് കിട്ടി. ആ ഒരു അഷുറൻസിൻ്റെ ബേസിൽ നമ്മളുടെ 2 months യൂണിറ്റ് എത്ര കിലോ വാട്ട് വരും, എത്ര യൂണിറ്റ് വരും കിട്ടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ നമ്മൾക്ക് യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ ഈ സോളാറിലൂടെ സാധിക്കും. എക്സസ് എന്ത് വരും, ആ എക്സസ് നമുക്ക് മറ്റ് പർപ്പസിലേക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഈവൻ ചെറിയ രീതിയിലുള്ള കൃഷിയ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കൺസപ്ഷൻ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുക്കിംഗ് ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്ന് ആ ഒരു ഡിസിഷനിൽ ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് പ്രകാരം ഞാൻ ബന്ധപ്പെട്ട പലരുമായിട്ടും കോൺടാക്ട് ചെയ്ത്, ആ കോൺടാക്ട് ചെയ്തതനുസരിച്ച് എനിക്ക് ഒരു നല്ലൊരു വെണ്ടർ എനിക്ക് കിട്ടി. ചേർത്തലയിലുള്ള സന്ദന സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവിടുന്ന് അവരുടെ ഇൻസ്ട്രക്ഷനും അവരുടെ അഡ്വൈസും എല്ലാ കാര്യങ്ങളും ഞാൻ ഫുൾഫിൽ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ആ റേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ട് ഞാനത് പ്രൊസീഡ് ചെയ്യാണ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2 monthsനുള്ളിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് വീട്ടിലെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബില്ല് വന്നിട്ടില്ല. വന്നു കഴിയുമ്പോഴേ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വെദർ ഇറ്റ് ഈസ് വയബിൾ ഓർ നോട്ട് എന്നുള്ളതിൽ ഞാൻ സെൽഫായിട്ടൊരു ഡിസിഷൻ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും. സാന്ത്വന സോളാറുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരൊരു അഷുറൻസ് തന്നിട്ടുണ്ടായിരുന്നു. വിത്തിൻ 1 monthനുള്ളിൽ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ട് കൺഫർമേഷനോടുകൂടി എല്ലാ കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്ക് സോളാറിൽ ഇവിടെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനുശേഷം കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് കൺഫേം ചെയ്തതിന് ശേഷം MNRൻ്റെ വെബ്സൈറ്റിൽ ചെറിയ ഇലക്ഷനോട് ബന്ധപ്പെട്ട് അങ്ങനെ ടെക്നിക്കലായിട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അത് കുറച്ച് ഡിലേ വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 2 monthsോളം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ടൈം എടുത്ത്. ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ ടൈമിങ്ങിലാണ് ചെയ്തു. പക്ഷേ ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് മാത്രമേ ഇത്തിരി ഡിലേ വന്നു. പക്ഷേ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടും ഇൻ ടൈം എന്നുള്ള ഇതിൽ തന്നെ പറയാൻ പറ്റും.